വീണ്ടും ഈ 40-ാം വെള്ളിയിൽ നാം കർത്താവിൻ്റെ കൂടെ അവിടുത്തെ കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 40-ാം വെള്ളി എന്നത് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ വാരത്തെ ഏറ്റവും ആഴത്തിൽ ആത്മാർത്ഥമായി നാം ധ്യാനിക്കുന്ന വിശുദ്ധവാരത്തിൻ്റെ കവാടമാണ് ഈ 40-ാം വെള്ളി. പ്രിയപ്പെട്ടവരെ, നാം നടക്കുന്ന വഴികളൊക്കെയും കുരിശിൻ്റെ വഴികളാണ് എന്ന പരമമായ സത്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ ശ്ലീവാപാത എന്ന ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെയും എനിക്ക് തോന്നാറുണ്ട്. അമേരിക്കക്കാരിയായ വലിയൊരു ദൈവശാസ്ത്രജ്ഞ അഡലെ റെയ്നാർഡ്സിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിനുള്ള വ്യാഖ്യാനമാണ്. ബിഫ്രണ്ടിങ് ദ ബിലവഡ് ഡിസൈപ്പിൾ എന്നാണ് അതിൻ്റെ പേര്. ഈ പുസ്തകത്തിൽ ഈ സഹോദരി പങ്കുവയ്ക്കുന്ന ഒരാശയമുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ പ്രതിസന്ധികളും എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും ആത്യന്തികമായി സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഘർഷത്തിൻ്റെ പ്രതിഫലനമാണ് എന്നാണ് അവർ പറയുന്നത്. ആദ്യം മുതലേ ദൈവവുമായി കലഹിക്കാൻ പിശാച് അവൻ്റെ ഉത്ഭവം മുതലേ ദൈവവുമായി കലഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവനെ കലഹപ്രിയൻ എന്ന് വിളിക്കുന്നത് എന്നും നമുക്കറിയാം. പ്രിയമുള്ളവരെ, പിശാചും ദൈവവും തമ്മിലുള്ള ഈ സംഘർഷത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളുമാണ് ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളും വേദനകളും എന്ന് അവർ പറഞ്ഞു വെച്ചത് ഞാൻ വളരെ ആഴത്തിൽ ധ്യാന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നുകിൽ നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം, അതല്ല എങ്കിൽ കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാം. ഈ ശ്ലീവാപാതയിൽ ദൈവപക്ഷത്ത് ആര് നിൽക്കുന്നു? കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതിന് വിരുദ്ധമായി സാത്താൻ്റെ പക്ഷത്ത് ആര് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ധ്യാനിച്ചത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മനുഷ്യനറിയാതെ അബദ്ധത്തിൽ തങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ശരി ഇതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സാത്താന്റെ പക്ഷത്ത് നിന്നു പോകുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് അവർ പറയുന്നതെല്ലാം ശരിയാണ്, അവർ കാണിക്കുന്നതെല്ലാം ശരിയായ കാര്യങ്ങളാണ്, അവർ എടുക്കുന്ന നിലപാടുകളാണ് ശരി എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ശ്ലീവാപാത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, കർത്താവിനെ മറന്ന് അവന് വിരുദ്ധമായെടുക്കുന്ന, അവന്റെ സഭയ്ക്ക് വിരുദ്ധമായെടുക്കുന്ന, അവിടുന്ന് സ്ഥാപിച്ച രക്ഷയുടെ മാർഗങ്ങൾക്ക് വിരുദ്ധമായെടുക്കുന്ന സകല മാർഗങ്ങളും സകല നിലപാടുകളും പ്രിയപ്പെട്ടവരെ പൈശാചികതയുടെ നിലപാടുകളാണ്, സാത്താന്റെ നിലപാടുകളാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക. പീലാത്തോസ് വിചാരിച്ചു താൻ ചെയ്യുന്നത് ശരിയാണ് എന്ന്. കാരണം താൻ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന റോമാ സാമ്രാജ്യത്തിന്റെ ഗവർണർ സ്ഥാനം, റോമിന്റെ ക്രമസമാധാനം പാലിക്കുന്നതിന് വേണ്ടി ആരെയെങ്കിലുമൊക്കെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം. അവൻ നീതിമാനാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. തൻ്റെ ഭാര്യ പോലും രഹസ്യത്തിൽ ആളെ അയച്ച് സിംഹാസനത്തിലിരുന്നപ്പോൾ അവനോട് പറഞ്ഞതാ, പീലാത്തോസേ, ആ മനുഷ്യൻ നീതിമാനാണ്, എനിക്ക് രാത്രിയിൽ ദൈവദർശനമുണ്ടായി, ആ മനുഷ്യനെതിരായി നീ വിധി പറയരുത്. സ്വന്തം ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പോലും മറന്ന്, തൻ്റെ മനസാക്ഷിയുടെ സ്വരം മറന്ന് ഒരു വ്യക്തി തൻ്റെ അധികാരം സംരക്ഷിക്കാൻ വേണ്ടി തനിക്ക് ശരിയെന്ന് തോന്നിയതിൻ്റെ പിന്നാലെ നിലപാട് സ്വീകരിച്ചപ്പോൾ ഈ ലോകം കണ്ടതിലെ ഏറ്റവും കോമാളിയായ വിധിയാളനായി പീലാത്തോസ് മാറി. ഞാൻ ഈ മനുഷ്യനിൽ തെറ്റൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ അയാളെ കുരിശിൽ തറച്ചു കൊല്ലാൻ വിധിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്ന
ഒരു മനുഷ്യന്റെ ഗതികേടിനെ കുറിച്ച് കർത്താവ് എത്രയോ ശാന്തമായാണ് പ്രതികരിച്ചത്. പീലാത്തോസെ, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിരുന്നില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള സത്യം ഈശോ അവനെ പറഞ്ഞ് പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെയും ഇങ്ങനെ അകാരണമായി ഒരുപാട് മനുഷ്യര് വിധിക്കാറുണ്ട്, അധിക്ഷേപിക്കാറുണ്ട്, നമ്മുടെ നാശം കൊതിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഓർക്കുക, ഈ നമുക്കെതിരായി വിധി പറയുന്നവരെ അപ്രകാരം വിധി പറയാൻ ദൈവം നിയോഗിച്ചതാണ് എന്നാണ് ഈശോ പറഞ്ഞു തന്നത്. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ പീലാത്തോസെ, നിനക്ക് എൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല എന്ന സത്യം. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു തരുന്നത് ആ ഒരു വലിയ സത്യമാണ്. നമുക്കെതിരായ ആളുകൾ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതും ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ കാൽവരി യാത്രയിൽ നാം നടന്നു നീങ്ങുമ്പോൾ പീലാത്തോസിനെ പോലെ, അവന്റെ പടയാളികളെ പോലെ, കയ്യാഫാസിനെ പോലെ, ഹെറോദേസിനെ പോലെ ക്രൂരതയുടെ വക്താക്കളും നരകപിശാചിന്റെ പിണിയാളികളുമായ ഒരുപാട് മനുഷ്യരെ കാണുമ്പോൾ അവരൊന്നും പിശാചുക്കളല്ല. അറിയാതെ നരകപിശാചിന്റെ കെണിയിൽ വീണുപോയവരും അവന്റെ ചെയ്തികൾക്കൊപ്പം സഞ്ചരിക്കുന്നവരുമാണ്. കർത്താവിൻ്റെ തിരുവചനം ഓർക്കാം. ദൈവം അവർക്ക് അപ്രകാരം പ്രവർത്തിക്കാൻ അധികാരം കൊടുത്തത് കൊണ്ടാണ് അവരത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആരോടും പരിഭവം വേണ്ട, പരാതി വേണ്ട എന്ന സത്യം ഓർക്കുക. കുരിശിൻ്റെ വഴിയിൽ നാം കണ്ടെത്തുന്നത് ദൈവപക്ഷത്ത് നിൽക്കുന്ന ഒട്ടനവധി മനുഷ്യരുടെ സുന്ദരമായ ചിന്തകളുണ്ട്. 4-ാം സ്ഥലത്ത് നാം കാണുന്നുണ്ട് അമ്മയായ മറിയം ഈശോയെ കണ്ടുമുട്ടുന്ന രംഗം. സഹിക്കുന്ന സകല മനുഷ്യരോടുമുള്ള സ്വർഗത്തിൻ്റെ ഉത്തരമാണത്. സഹിക്കുന്ന മനുഷ്യരെ, കരയാൻ ഒരുപാട് കാരണങ്ങളുള്ളവരെ, വേദനിക്കാൻ 1000 സങ്കടങ്ങളും രോഗങ്ങളും മുറിവുകളും ശരീരത്തിലും മനസ്സിലും പേറുന്നവരെ നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഒപ്പം നടക്കാൻ സ്വർഗത്തിൻ്റെ അമ്മയെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിച്ചുറപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോട് കുരിശിൻ്റെ വഴിയുടെ എല്ലാ സ്ഥലങ്ങളും നാം പിന്നിട്ടതിൻ്റെ കാരണമതാ. സഹിക്കുന്ന സകല മനുഷ്യർക്കുമൊപ്പം അമ്മയായ മറിയത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ അമ്മയുടെ കരുതലുണ്ട്. സഹനത്തിൻ്റെ വഴിയിൽ ദൈവം നമ്മെ ഒരിക്കലും ഏകയായി കൈവിട്ടില്ല എന്നും ഒരമ്മയുടെ ആശ്വാസവും സാന്ത്വനവുമായി സ്വർഗം കൂടെയുണ്ട് എന്ന സത്യം. ആ അമ്മയുടെ സാന്ത്വനത്തിൻ്റെ തുടർച്ച നാം കാണുന്നുണ്ട്. ശെമയോൻ എന്ന മനുഷ്യൻ മിശിഹായുടെ കുരിശു ചുമക്കാൻ സഹായിക്കുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഈശോ വളരെയേറെ പ്രതീക്ഷ വെച്ച ഒരു ശെമയോൻ ഉണ്ടായിരുന്നു. അത് ശെമയോൻ പത്രോസ്. ഈ ശെമയോൻ പത്രോസ് നല്ല നേരം വന്നപ്പോൾ ഈശോയെ ഇട്ടെറിഞ്ഞോടിപ്പോയി. പകരം അപരിചിതനായവൻ, കൌറീൻകാരനായ മനുഷ്യൻ, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവ് എന്നൊക്കെ പറഞ്ഞ് സുവിശേഷകൻ ഇയാളെ പരിചയപ്പെടുത്താൻ വ്യഗ്രതപ്പെടുന്നുണ്ട്. കാരണം ഈശോയ്ക്കാകട്ടെ ശിഷ്യന്മാർക്കാകട്ടെ അവിടെ നിൽക്കുന്ന ആർക്കും പരിചയമില്ലാത്ത മനുഷ്യനാണ് അയാള്. വയലിൽ നിന്ന് പണി കഴിഞ്ഞ് കയറി വരുന്ന മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ എത്രയോ സാധാരണക്കാരനായൊരു മനുഷ്യൻ. അവൻ കർത്താവിനെ കണ്ട്, അവൻ്റെ സഹനം കണ്ട്, അവൻ്റെ കുരിശെടുക്കാൻ ഒപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ നാം പ്രതീക്ഷ വെച്ചവരൊന്നും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കുകയല്ല, ചിലപ്പോൾ നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. ഇവര് നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ ഒത്തിരിയേറെ പ്രതീക്ഷയോടെ കരുതി വെച്ചവരാകാം. അത് ചിലപ്പം ജീവിത പങ്കാളിയാകാം,
മക്കളാകാം, മരുമക്കളാകാം, അയൽക്കാരാകാം, ബന്ധുക്കളാകാം. പക്ഷേ നിർണായക സമയത്ത് നമ്മളെ തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുത്ത് നമ്മുടെ നാശത്തിന് വേണ്ടി അവർ കരുനീക്കുന്നത് കാണുമ്പോൾ, കോടതിയിൽ നമുക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്നത് കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഓടിപ്പോയൊരു ശമയോന്റെ കഥ സുവിശേഷത്തിൽ ഭംഗിവാക്കായി പറഞ്ഞതല്ല, മറിച്ച് നിന്റെ കർത്താവ് നീ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് നിനക്ക് സഹായത്തിന്റെ ഹസ്തവുമായി ആളുകളെ നിയോഗിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ പ്രിയപ്പെട്ടവരെ ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുക. വീണ്ടും ഭക്തയായ വേറോനിക്ക, എന്തോ ഒരു ഹൃദ്യമാണ് അവളുടെ വരവും. ഈശോ മിശിഹായുടെ തിരുമുഖം അവൾ സ്നേഹാർദ്രമായി തുടയ്ക്കുമ്പോൾ തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായ അവളിൽ കർത്താവ് പതിക്കുകയാണ്. വേറോനിക്ക എന്ന് പറഞ്ഞാൽ സത്യമായ രൂപം എന്നാണ്. വേര ഇക്കോൺ എന്നാണ് അതിൻ്റെ അർത്ഥം. സത്യമായ രൂപം. സത്യമായ രൂപം സഹിക്കുന്ന എല്ലാ മനുഷ്യനും കർത്താവ് തൻ്റെ തിരുമുഖത്തിൻ്റെ സത്യമായ രൂപം പകർന്നു നൽകുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ കുരിശെന്ന് പറയുന്നത് ഒരു മരത്തടിയാണ്. അതെടുത്തുകൊണ്ട് നടക്കാൻ വലിയ ഭാരമാണ്. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന സഹോദരങ്ങളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. 1 ടണ്ണോളം ഭാരമുള്ള കുരിശുമായിട്ട് ആ മക്കൾ എത്രയോ മണിക്കൂറുകളാണ് ചുമന്നു നിൽക്കുക. ഈ കുരിശ് എന്ന് പറഞ്ഞത് ഭാരപ്പെട്ടതാണ്, ആർക്കും ഇഷ്ടമില്ലാത്തതാണ്, അത് ചുമക്കുക ദുഷ്കരമാണ് എന്നത് സത്യമാണ്. പക്ഷേ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ഈ കുരിശിന് അർത്ഥം കൈവന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഈ കുരിശിനെ തൊട്ടപ്പോഴാണ്, ആ കുരിശിൽ ഏറിയപ്പോഴാണ് എന്ന സത്യം ഓർക്കുക. നിന്റെ കുരിശുകളും രോഗങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളും കുടുംബത്തിലെ വിട്ടുമാറാത്ത പ്രതിസന്ധികളും നിനക്ക് അസഹ്യവും ദുഷ്കരവുമായി തോന്നുന്നുണ്ട് എങ്കിൽ, ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്ന് തോന്നി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഓർക്കുക, നീ ചുമക്കുന്ന കുരിശ് വെറും മരത്തടി മാത്രമാണ്. നീ ചുമക്കുന്ന കുരിശിൽ കർത്താവിൻ്റെ സ്പർശനമില്ല, അവിടുത്തെ സാന്നിധ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങള് ഒറ്റയ്ക്ക് നിന്ന് ചുമക്കാതെ നിന്റെ കുരിശിന്റെ ചാരെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ക്രൂശിതനായ കർത്താവിനോട് ചേർന്ന് നിന്ന് ഈ ഭാരങ്ങൾ എടുത്തു നോക്കിക്കേ. വിശുദ്ധാത്മാക്കളെല്ലാം വലിയ ഭാരം ചുമന്നു, പക്ഷേ അവർ പതറിയില്ല. സ്വർഗത്തിലെത്തുവോളം അവർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ക്രൂശിതന്റെ പാതയിൽ പിഞ്ചെന്നപ്പോൾ സത്യമായും സ്വർഗത്തിലെത്തി. കുരിശിന്റെ വഴിയുടെ 14-ാം സ്ഥലത്ത് മിശിഹ സംസ്കരിക്കപ്പെടുന്നതാണ് എങ്കിൽ, സത്യമായും അതിനൊരു 15-ാം സ്ഥലമുണ്ട്. അത് ഈസ്റ്റർ ഞായറാണ്. ഒരു സഹനവും സഹനത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഒരു തകർച്ചയും തകർന്നു തീരാനുള്ളതല്ല, ഒരു കണ്ണുനീരും കരഞ്ഞു തീരാനുള്ളതല്ല, ഒരു വേദനയും സഹിച്ച് നശിക്കാനുള്ളതല്ല. എല്ലാറ്റിനും ഒടുവിൽ ദൈവമായ കർത്താവ് തൻ്റെ വിജയം പ്രഘോഷിക്കുന്ന, തൻ്റെ രക്ഷയുടെ സദ്വാർത്ത പകരുന്ന നാളുകൾ വിദൂരമല്ല എന്ന സത്യം. കർത്താവ് കല്ലറയിൽ 40 മണിക്കൂർ കിടന്നു എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുക. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ കർത്താവ് കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. അന്നേരം മുതൽ ഉയർപ്പിക്കുന്നത് വരെയും 40 മണിക്കൂർ കർത്താവ് കല്ലറയിൽ കഴിഞ്ഞു എന്നതാണ് സഭാ പാരമ്പര്യം. ആ 40 മണിക്കൂറിനെ ധ്യാനിച്ചുകൊണ്ടാണ് 40-ാം വെള്ളി നമ്മൾ അനുസ്മരിക്കുന്നതും ആചരിക്കുന്നതും. ആ 40 മണിക്കൂറിനെ ധ്യാനിച്ചുകൊണ്ടാണ് ഞായറാഴ്ചകൾ ഒഴികെ നമ്മൾ ഈ നോമ്പുകാലം ആചരിക്കുന്നത് എന്ന സത്യം ഓർക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ നോമ്പിൽ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം അവൻ്റെ തിരുമുറിവുകളെ നോക്കി
അതിൻ്റെ ആഴമറിയാൻ, ആ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്നത് വെറും ചോരയല്ല എന്നും സ്നേഹമാണ് എന്നും തിരിച്ചറിയാൻ ഈ കുരിശിൻ്റെ വഴി നമുക്ക് ശക്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി അത്യധ്വാനം ചെയ്ത എല്ലാ പ്രിയപ്പെട്ട ഫൊറോന പള്ളി വികാരിയച്ചന്മാർ, ഇടവക പള്ളിയിലെ പ്രിയപ്പെട്ട വികാരിയച്ചന്മാർ, അവരുടെയൊക്കെയും നിർലോഭമായ സഹകരണവും സ്നേഹവും നേതൃത്വവുമാണ് ഈ കുരിശിൻ്റെ വഴിയെ 40-ാം വെള്ളിയുടെ തീർത്ഥാടനത്തെ ഐതിഹാസികമെന്ന് പറയാൻ തക്ക വിധത്തിൽ വിജയകരമാക്കി തീർക്കുന്നത് എന്നെനിക്കറിയാം. പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങളുടെ ആ വലിയ കൂട്ടായ്മയെ, അതിരൂപതയുടെ നിർദ്ദേശങ്ങളൊക്കെയും കൃത്യമായി ചെയ്യാൻ നിങ്ങളെടുക്കുന്ന വലിയ താല്പര്യത്തെ ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പ്രിയപ്പെട്ട വികാരിച്ചൻ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെയും ദൈവസ്വരം പോലെ കേട്ട് അവയൊക്കെയും നടപ്പിലാക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളാണ് ഈ അതിരൂപതയുടെ അഭിമാനവും ശക്തിയും. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.